ഹലോ ഫ്രണ്ട്സ്, സച്ചിനും ഡേവിഡിന് ചെമ്മനിൽ പോലും നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഉറപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ശ്രുതിക്കും ചെന്ന് 8-ന് പണി കിട്ടിക്കൊണ്ടിരിക്കുക. രണ്ടുപേരെ രാത്രി വേറെ വേറെ കിടത്തി. പക്ഷെ ശ്രുതി കിടന്നത് പുറത്താണ് കിടന്നത്, നമുക്ക് പിന്നിലേ അറിയത്തുള്ളൂ. അതായത് ചന്ദ്രമതിയും രേവതിയും ശ്രുതിയെല്ലാം രാവിലെ കഥ തുറന്ന് വരുമ്പോഴത്തേക്ക് ഒരാൾ ഇങ്ങനെ പുതപ്പ് മൂടിയെല്ലാം കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആരാന്ന് ചോദിച്ചു പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് രേവതി പോയി തുറന്നു നോക്കുമ്പോഴത്തേക്ക് അത് വേണ്ട ശ്രുതി കിടക്കുന്നു. കിടക്കുന്നു. ശ്രുതിയോട് പറയുന്നുണ്ട്, ഇന്നെ നീ ഇവിടെ എന്തിനാ കിടന്ന, അല്ല ശ്രുതിയോടല്ല ചന്ദ്രമതിയോട് രേവതി പറയുന്നുണ്ട്, അമ്മ എന്താണ് ശ്രുതിയോടെ കിടക്കുന്നത് എന്നുള്ള രീതി പറയുന്നുണ്ട്. നീ എന്താ നൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നത് എന്നുള്ള രീതി. അപ്പോൾ തലേ ദിവസം രേവതിക്ക് പണി കൊടുക്കാൻ വേണ്ടി, അതായത് ശ്രുതിയെ കാണാൻ വേണ്ടി കയറുന്നത്. പക്ഷെ ആരോ കഥ കടച്ചു. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കിടന്ന് കൊതുകടി കൊള്ളാതിരിക്കാൻ വേണ്ടി ഇതെടുത്തിട്ടതാ. ഏത് ഈ നൈറ്റി എടുത്തിട്ടതാണ്. മാത്രമല്ല ഇപ്പോൾ രാവിലെ ഇതിൻ്റെ മുമ്പ് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി കോലം വരയ്ക്കണം, കോലം വരച്ച് കോലം കാണുമ്പോഴത്തേക്ക് നല്ല സെറ്റായിരിക്കണം എന്ന് പറഞ്ഞ് ശ്രുതിനെ ഓടിച്ചു വിടുവാണ്. ആ ശ്രുതിനെ ഓടിച്ചു വിടുന്ന ആ സമയത്താണ് നമ്മുടെ ഈ ചന്ദ്രമതി രേവതി ഇതെല്ലാം കാണുന്നത്. അപ്പം നീ നമ്മളെ കിടക്കുന്ന പറഞ്ഞ് രണ്ട് തല്ലൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ആർക്കിട്ട്, നമ്മുടെ ശ്രുതികൾ തല്ല് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഭയങ്കര കുതുകടിയായിരുന്നൊക്കെ പറഞ്ഞത്. പക്ഷേ രേവതിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി പുറത്ത് കുറെ കരിയിലെല്ലാം വാരി വെതറി ഇട്ടേക്കാണോ പതിവിലും കൂടുതൽ. അപ്പം പറയുന്നുണ്ട്, അമ്മ ഏതാണ്ട് ഭയങ്കര കരിയിൽ കിടക്കുന്നുണ്ട്, ഇതെന്നെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് പറയും. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ആദ്യം ഈ കരിയിലെല്ലാം അടിച്ചു വാരിക്കുകയെന്ന് പറയും. അമ്മ ഞാനോ? നീ ഇതിൻ്റെ മുമ്പ് ചെയ്തുകൊണ്ട്, അല്ല രേവതി ഇതിൻ്റെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന, ഇനിയിപ്പോൾ നീ ചെയ്യണം. നീ ചെയ്ത് മാത്രമല്ല, കൂടാതെ അതിൻ്റെ അകത്ത് അതടിച്ച് വാരണം. അതുകൂടാതെ മറ്റേ വെള്ളം ഒഴിച്ച് കഴുകണം. അതുകൂടാതെ കോലം വരയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും കരി വന്നിട്ട് പോയി ആർക്കും നമ്മുടെ ശ്രുതിക്ക്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അതെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കോലം വരയ്ക്കണം. കോലം വരച്ചുകൊണ്ടിരുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങോട്ട് വരും. സച്ചി വന്നിട്ട് ഇതിൻ്റെ ഇതൊരു കോലം ആകുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശരിയെന്ന് പറഞ്ഞ് അടിച്ച് വാരി വൃത്തിയാക്കുമ്പോൾ കോലം ശരിയാകുന്നില്ല. അപ്പം രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്നാ സംഭവം ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ മരുമോള് രേവതി ഇത് നല്ല രീതിയിൽ ചെയ്തപ്പോഴത്തേക്ക് ആർക്കൊന്നും കാണണ്ടായിരുന്നു, ഇപ്പോൾ കാണിച്ചു വെച്ചേക്കും പറയുമ്പോഴത്തേക്കും. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, രേവതി മോള് നല്ലതായിട്ട് കോല വിടും എന്നൊക്കെ പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അപ്പോൾ ശ്രുതി എന്നിട്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം ഈ ചന്ദ്രമതിയെ കണ്ടിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. അകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി പുറകെ പോകും. അടുക്കള ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്ന് ചായ എടുത്തോണ്ടിരിക്കും. അപ്പം ശ്രുതി എന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തില്ല. കാരണം ഞാൻ ആദ്യം നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ പണി കിട്ടുമെന്ന് ഓർത്തില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് രേവതി ഇത് തൂക്കുമ്പോഴത്തേക്ക് അത് കാണാൻ വേണ്ടി, കൂടുതൽ പണി കിട്ടാൻ വേണ്ടി ഞാനത് അവിടെ കുറെ കരിയിൽ ഇട്ടതാണ്. പക്ഷെ നടന്നില്ലല്ലോ, എല്ലാം മിസ്സായല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ പണിയല്ലേ ഇപ്പം ഞാൻ ചെയ്യേണ്ടി വരത്തില്ല, മേലെ അതൊന്നും ആവർത്തിക്കരുത്, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നിൽക്കണം, നീ മിണ്ടാതിരുന്നാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി അങ്ങോട്ട് ചോദിക്കുക വരുവാണ്. അപ്പം ചന്ദ്രമതി ചോദിക്കുക, നീ എന്താ ഇവിടെ നിൽക്കുക? അല്ല അത് ചുമ്മാ മര്യാദയ്ക്ക് പോകുന്നില്ല, കടയിൽ പോകുന്നില്ല. കടയിൽ പോകുമ്പേ അപ്പം പോകുമെന്ന് പറഞ്ഞ് ശ്രുതിനെ പറഞ്ഞു വിടാണ്. അത് കഴിഞ്ഞ് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ചായ എന്തെങ്കിലും ചോദിക്കുന്നു. ചായ അമ്മ ഇപ്പിട്ട് തരാം, മര്യാദയ്ക്ക് ചായ ഇട്ടുകൊണ്ട് അങ്ങോട്ട് തന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചായ ഇട്ട് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് സച്ചി ചായ കുടിച്ചിട്ട്, അമ്മ ഇതെന്നെ ചായ ഒരു ഇതില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പലയിടത്ത് ഇത് നല്ല ചായ അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ശരിയാണ് ചായ നീ ഇത്ര നാളത്തൊന്നും ചെയ്തില്ല, ചായ ഒന്നും ഇട്ടിട്ടില്ല, നീ ഇതിന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര രീതിയിൽ കുറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ശ്രുതിന്. അത് കഴിഞ്ഞാൽ അതും കേട്ടത് അകത്തോട്ട് കയറിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരുങ്ങി അടിച്ചത് പാർലറെത്തി പോവുക. അതായത് ബ്യൂട്ടി പാർലറിൽ പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് പറഞ്ഞു, നീ ഇവിടെ പോകുന്ന ചോദിക്കുക. അതാണ് പറഞ്ഞു, ഞാൻ പാർലറിൽ പോകണം, അവിടെ കസ്റ്റമർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, നീ എങ്ങും പോകണ്ട, ഇവിടെ അകത്തുള്ള പണിയുണ്ട്, രാവിലത്തെ മോർണിംഗും ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഇതെല്ലാം വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. അമ്മ ഞാനങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ഇത് ഇത്ര നാൾ അവൾ അങ്ങനെയല്ലായിരുന്നു, രേവതി ഇങ്ങനെയല്ലായിരുന്നു, ഇവിടുത്തെ പണിയും കഴിഞ്ഞിട്ടല്ലേ അവൾ പൂവിക്കാൻ പോയിക്കൊണ്ടിരുന്നത്, അതുപോലെ എല്ലാം ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം കൊണ്ട് വയ്യ ആർക്ക്, നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം കൊണ്ട് ഒരു രക്ഷയില്ലാത്ത രീതി നിൽക്കുകയാണ്. അപ്പം ശ്രുതിക്കും രേവതിക്കും സച്ചിക്ക് എല്ലാം സന്തോഷമാകുന്നുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ 2 ദിവസം റെസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, വർഷയ്ക്കൊക്കെ എല്ലാവർക്കും സന്തോഷമുണ്ട്. അതായത് രവീന്ദ്രന് ചിരി കൊണ്ട് വയ്യ. കാരണം ഞാൻ ആദ്യമേ വലിയ രീതി പൊക്കി പിടിച്ചുകൊണ്ട് നടന്നതല്ല ചന്ദ്രമതി, മരുമോളെ എന്നുള്ള രീതി പൊക്കി പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം മാറി വല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്ത കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ
മീരയെ വിളിക്കുക, ഈ വിഷമങ്ങളെല്ലാം പറഞ്ഞിട്ട് മീരയെ വിളിക്കും. മീര എനിക്കൊന്ന് കാണണമെന്ന് പറയും. ശരി എന്താണ് ഇന്ന് ചെയ്യുമ്പോഴത്തേക്ക് വന്ന് കാണുന്നത്. അപ്പോൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് പൊട്ടിക്കരയുക. എനിക്കുണ്ടാകുന്ന അവസ്ഥ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി, എന്നെ വീട്ടിലിട്ട് പണിപ്പിക്കുന്നു, വീട് തുളപ്പിക്കുന്നു, വീട് അടിപ്പിക്കുന്നു, അതുപോലെ കോലം ഇടിപ്പിക്കുന്നു, പാത്രം കഴിപ്പിക്കുന്നു, തുണി അലപ്പിക്കുന്നു, എല്ലാവരുടെയും തുണി അലപ്പിക്കുന്നു, എല്ലാവരും വിഴിപ്പെല്ലാം അലക്കുണ്ടായിട്ട് വരുന്ന പറയുമ്പോഴത്തേക്ക് എടി ഇതൊക്കെ നേരത്തെ നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നിനക്കിപ്പം നിനക്കൊരു കൊച്ചുണ്ട്, നീ വേറെ കല്യാണം കൂടെ കഴിച്ചാൽ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെക്കാട്ടും അവസ്ഥ അപ്പുറമായിരിക്കുമല്ലോ. എന്താണെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, ഇതിനെക്കാട്ടും ബെറ്റർ അറിയാണ്ടിരുന്നാണ്. ഇപ്പോഴെങ്കിലും അറിഞ്ഞിട്ട് ഇത്ര നാൾ നിന്നെ പൊക്കി വെച്ചുകൊണ്ട് നടന്നില്ലേ, ഇനിയിപ്പം എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന ഒന്നും അറിയത്തില്ല. എന്താണ് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണും. നീ കുറച്ച് കാശും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം നിനക്ക് അതിൻ്റെ അത് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ മാക്സിമം അവിടെ നിന്ന് ഒഴിവാകുക. കാരണം ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ കാശും കാര്യങ്ങളൊക്കെ അവർക്ക് അത്യാവശ്യം കാശും കാര്യങ്ങളെല്ലാം ആവശ്യമുള്ള ആൾക്കാർ. നിൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാശിന് പുറകെ ഓടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അതുകൊണ്ട് അതെല്ലാം കാശും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കുവാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നീക്ക് സുധിയും പിടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയെങ്കിലും ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞ് സെറ്റാക്കുന്നു. അപ്പോൾ നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തണം. ഞാൻ പിന്നെ എന്നെ കുറ്റപ്പെടുത്താം. നീ ഓരോന്നോരോന്ന് ചെയ്തു വെച്ചിനെല്ലാം കൂട്ടം കൂടി വന്ന് ഭവിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇനി പണിക്ക് പോലെ പണി തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതോടെ അങ്ങനെ കേട്ട് അങ്ങോട്ടും കൂടെ പരാതി പറഞ്ഞ് തീർന്നൊരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വരാൻ ഉള്ള ദിവസങ്ങളിൽ ശ്രുതിക്കിട്ടുള്ള പണിയെല്ലാം ചന്ദ്രമതി കൊടുക്കുന്നതും പിന്നെ ബാക്കിയുള്ളവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാത്തിരുന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.